എഡ്യു ഹബിൻ്റെ നെറ്റ് റാപ്പിഡ് റിവിഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെറ്റിൻ്റെ ഫസ്റ്റ് പേപ്പറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. 2023 ഡിസംബർ 8 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്യുന്നത്. ആ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് പേപ്പർ 1 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സർട്ടൈൻ കോഡ്, അതായത് ഒരു കോഡ് അനുസരിച്ച് ഹി ഈസ് എ വേൾഡ് ചാമ്പ്യൻ ഈസ് റിട്ടേൺ ആസ് YASAZAMAKA. വേൾഡ് ഈസ് എ ഫാമിലി ഈസ് റിട്ടേൺ ആസ് MASABAZA. Being champion is difficult is written as FASADAKA. What are the codes for champion and is? അതായത് ഇത് നമ്മുടെ റീസണിങ്ങിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം കോഡിങ്ങും ഡീകോഡിങ്ങും ഉണ്ട്. അപ്പം ഓരോ കോഡ് അനുസരിച്ച് നമ്മൾ ഹി ഈസ് എ വേൾഡ് ചാമ്പ്യൻ റിട്ടേൺ എഴുതിയിരിക്കുന്നത് YASAZAMAKA എന്നാണ്. അതുപോലെ തന്നെ വേൾഡ് ഈസ് ഫാമിലി റിട്ടേൺ ചെയ്തിരിക്കുന്നത് MASABAZA. ബീങ് ചാമ്പ്യൻ ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ളത് എഴുതിയിരിക്കുന്നത് FASADAKA എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാമ്പ്യൻ്റെയും ഇസിൻ്റെയും കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചാമ്പ്യൻ ഇസ് എന്നീ വാക്കുകളുടെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ZASA MASA KASA MAKA. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. KAയും SAയും ആണ്. നമുക്കറിയാം കോഡിങ്ങിൽ നമ്പറും അതുപോലെ തന്നെ ഇതുപോലത്തെ വേർഡ്സും ഒക്കെ വരാം. അപ്പം നമ്മൾ ആദ്യം ഇത് എഴുതി നോക്കണം. അതായത് ഹി ഈസ് എ വേൾഡ് ചാമ്പ്യൻ എന്നുള്ളത് എഴുതി അതിൻ്റെ അടിയിൽ തന്നിരിക്കുന്ന കോഡും നമ്മൾ അതേപടി തന്നെ എഴുതി. അപ്പം നമുക്ക് ഹീയുടെ താഴെ Y എന്ന് കിട്ടി, ഇസിൻ്റെ താഴെ S എന്ന് കിട്ടി, എയുടെ താഴെ ZA, വേൾഡിൻ്റെ താഴെ MA, ചാമ്പ്യൻ എന്നുള്ളത് K എന്ന് എഴുതി. ഇനി വേൾഡ് ഈസ് എ ഫാമിലി, അതും നമ്മൾ എഴുതി MASABAZA. എങ്ങനെയാണ് അതിൻ്റെ കോഡ് വന്നേക്കുന്നത്? ബീങ് ചാമ്പ്യൻ ഈസ് ഡിഫിക്കൽട്ട്, അത് നമ്മൾ എഴുതി FASADAKA. ഇതിൻ്റെ അത് ചാമ്പ്യൻ്റെയും ഈസ് എന്ന വാക്കിൻ്റെയുമാണ് നമുക്ക് കോഡ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് ഇസ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ രണ്ട്, അതായത് ഹി ഈസ് എ വേൾഡ് ചാമ്പ്യൻ, വേൾഡ് ഈസ് എ ഫാമിലി, ഇതിൻ്റെ രണ്ടിൻ്റെയും താഴെ SA എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈസ് എന്നുള്ള വാക്കിൻ്റേത് SA ആയിരിക്കും. ഇനി വരുന്നത് ചാമ്പ്യനാണ്. അപ്പം ഹീസ് എ വേൾഡ് ചാമ്പ്യൻ എന്നുള്ളതിൻ്റെ താഴെ കറക്റ്റായിട്ട് KA എഴുതിയിട്ടുണ്ട്. സോ എന്തായിരിക്കും ആൻസർ വരുന്നത്? KA ആയിരിക്കും. സോ ചാമ്പ്യൻ KAയും ഇസ് എന്ന് പറയുന്നത് SAയും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും റീസണിങ്ങിൽ നിന്നാണ്, മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്നാണ്. ഡിറ്റർമൈൻ ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഫോളോയിങ് ലെറ്റർ കം നമ്പർ സീരീസ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ സീരീസിൽ നെക്സ്റ്റ് വരുന്ന ടേം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A2Y B3X C5W D7V ഇതാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷനിൽ E8U E11K E11U E6U എന്നിവയാണ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ 3 ആണ്. E11U ആണ്. ഇവിടെ നോക്കിയേ, ഓരോ ടേമിലെ നമുക്ക് ഫസ്റ്റ് ലെറ്റർ എടുക്കാം. അപ്പോൾ ആദ്യത്തേത് A, രണ്ടാമത്തെ ടേമിലെ B, മൂന്നാമത്തെ ടേമിലെ C, നാലാമത്തെ ടേമിലെ D. അപ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ചാമത്തെ ടേമിലെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ E ആയിരിക്കും. സോ അത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാ E ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ലെറ്റർ നോക്കാം. അത് തിരിച്ച് വന്നേക്കും. അതായത് ZYXWV എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും U ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ U അവസാനം വരുന്നതായിട്ടുള്ള 3 ലെറ്റേഴ്സാണ് ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെറ്റർ നോക്കാം. അതായത് നടുക്കത്തെ ലെറ്റർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേൻ്റെ ഇത് 2, 3, പിന്നെ 3, 2, 5, പിന്നെ 5, 2, 7, പിന്നെ വരുന്ന എത്രയാണ്? 7, 4, 11 വരും. അപ്പോൾ E11U ഇവിടെ നമ്മൾ നോക്കിയേ, കൂടി പോവുക ചെയ്യുന്നത്. അപ്പം 2, 3, 5, 7. അപ്പം ഇവിടെ നമുക്ക് 3 നമ്മൾ പറഞ്ഞു ഇയും അവസാനം യുവും വരുന്ന ടേം എന്ന് പറയുന്നത് 3 ആണ്. അത് 1ഉം 3ഉം 4ഉം ആണ് നമ്മുടെ ടേം വരുന്നത്. 2 എന്തായാലും ഇല്ല നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് 2, 3, 5, 7 കൂടി പോവുക ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും E6U ആവില്ല. അപ്പോൾ അതും പോയി. പിന്നെ ഉള്ളത് E8Uവും E11U ആണ്. അപ്പം 2വിനോട് 1 കൂട്ടി 3, 3നോട് 2 കൂട്ടി 5, 5നോട് 2 കൂട്ടി 7, 7നോട് 1 കൂട്ടി 8 എന്തായാലും വരില്ല. പിന്നെ ബാക്കിയുള്ളത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. E11U ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർട്ടൈൻ സം ഓഫ് മണി ഈസ് ലെൻറ്റ് അറ്റ് എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 10% പെർ ആനുവൽ പേയബിൾ ഹാഫ് ഇയർലി.
വാട്ട് ഈസ് ദ എഫക്റ്റീവ് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. അതുപോലെ തന്നെ ഹാഫ് ഇയർലി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ആനുവൽ റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ ആനുവൽ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് 1 10.10%, 2 10.60%, 3 10.20% and 4 10.25%. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. 10.25% ആണ്. അതായത് ഒരു വർഷം അല്ലെങ്കിൽ 12 മാസത്തേക്കാണ് 10% എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹാഫ് ഇയർലി അതായത് 6 മന്ത് ആകുമ്പോൾ 10/2 = 5% എന്ന് കിട്ടും. ഇനി ഓവറോൾ റേറ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ x+y + xy/100 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 5 ആണ്. സോ 5 + 5 + 25/100 = 10.25 എന്ന് കിട്ടും. Next question. Ram can finish a work in 80 days. Shyam is twice as efficient as Ram. If both of them start the work together, how many days it will take them to finish the work? അതായത് രാമിന് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ 18 ദിവസം വേണം. ഷ്യാം എന്ന് പറയുന്നത് രാമിനേക്കാൾ ട്വൈസ് എഫിഷ്യൻ്റ് ആണ്. അതായത് നമ്മൾ റാമിൻ്റെ എക്സ് ആണെങ്കിൽ ഷ്യാമിൻ്റെ 2x ആണ്. ഇഫ് ബോത്ത് ഓഫ് ദം സ്റ്റാർട്ട് ദ വർക്ക് ടുഗദർ, ഹൗ മെനി ഡേയ്സ് ഇറ്റ് വിൽ ടേക്ക് ദം ടു ഫിനിഷ് ദ വർക്ക്? അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 days, 8 days, 9 days, 12 days. ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്, 6 days ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റാമിന് 18 ദിവസം കൊണ്ടാണ് ഈ വർക്ക് തീർക്കാനായിട്ട് പറ്റുന്നത്. റാമിൻ്റെ ഇരട്ടിയാണ് ഷ്യാമിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് റാം ഒരു ദിവസം കൊണ്ട് ഒരു ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒറ്റ ദിവസം കൊണ്ട് ഷ്യാമിന് 2 ദിവസത്തെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. റാം ഒരു ദിവസം ഒരു വർക്ക് ചെയ്യുന്നു, ഷ്യാമിൻ്റെ എഫിഷ്യൻസി വെച്ചിട്ടാണെങ്കിൽ ആ ഒറ്റ ദിവസം കൊണ്ട് 2 ദിവസത്തെ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ റാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റാം ഒരു ദിവസം കൊണ്ട് ഒരു ദിവസത്തെ വർക്ക് ചെയ്താൽ ഷ്യാമിനെ അത് ഏൽപ്പിച്ച ഷ്യാം റാമിൻ്റെ എഫിഷ്യൻസി വെച്ചിട്ട് 2 ദിവസത്തെ വർക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യും. അതായത് റാമും ഷ്യാമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവർക്ക് 3 ദിവസത്തെ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അതായത് 1 ആണ്, അല്ലെങ്കിൽ നമ്മളൊരു എക്സ് റാമിൻ്റെ വർക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഷ്യാമിൻ്റെ 2x ആയി. അപ്പം 2x + x എന്ന് പറഞ്ഞാൽ 3x, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഡേയ്സ് ആണ്. അപ്പം 3 ദിവസത്തെ വർക്ക്, അതായത് 3 ഡേയ്സിലെ വർക്ക് ഇവർക്ക് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. 18 ദിവസത്തെയാണ് വർക്കുള്ളത്. റാമും ഷ്യാമും കൂടി കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസത്തെ വർക്ക് അവർക്ക് ഒറ്റ ദിവസം ചെയ്യാനായിട്ട് സാധിക്കും. സോ 80 ദിവസത്തെ വർക്കാണുള്ളത്. സോ 6 3 18, അതായത് ഇവർ 3 പേരും കൂടെ അല്ലെങ്കിൽ 3 ദിവസത്തെ ജോലി ഒരു ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ദിവസം കൊണ്ട് ഈ 18 ദിവസത്തെ ജോലി ഇവർക്ക് 2 പേർക്കും കൂടെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ എക്സാക്റ്റ് എടുത്തിരിക്കുന്ന ഡേയ്സ് ആണ്. അപ്പം നമുക്ക് എത്ര ഡേയ്സ് കൊണ്ട് ഇത് ചെയ്ത് തീർക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് 6 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ശരിക്കും എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. അതായത് ഒരു ദിവസം കൊണ്ട് 3 ദിവസത്തെ വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 18 ദിവസത്തെ വർക്ക് ചെയ്യാനായിട്ട് ഇവർക്ക് 6 ദിവസം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് കൊണോട്ടേഷൻ? ഇൻക്രീസിങ് കൊണോട്ടേഷൻ അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. കൗ, ബൊവൈൻ, മമ്മൽ, വെർട്ടിബ്രേറ്റ്, ആനിമൽ എന്നിവയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇൻക്രീസിങ് ആകുമ്പോൾ ആദ്യം ആനിമൽ വേണം, അതിനുശേഷം അതിൻ്റെ താഴെയുള്ള വെർട്ടിബ്രേറ്റ്, പിന്നെ മമ്മൽ, പിന്നെ ബൊവൈൻ, അതിനുശേഷം ലാസ്റ്റാണ് സ്പെസിഫിക് ആയിട്ടുള്ള കൗ എന്ന് പറയുന്ന ആനിമൽ വരുന്നത്. സോ നമ്മൾ ഇൻക്രീസിങ് ആണെങ്കിൽ ആനിമലിൽ തുടങ്ങണം. ഇനി ഡിക്രീസിങ് ആണെങ്കിൽ നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള കൗവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആനിമലിൻ്റെ ആ സ്പെസിഫിക് നെയിം വെച്ചും തുടങ്ങണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ കോൺസെപ്റ്റ് ഓഫ് വാലിഡിറ്റി കനോട്ട് ബി അപ്ലൈഡ് ടു എ സിംഗിൾ പ്രൊപ്പോസിഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 2, ദ കോൺസെപ്റ്റ് ഓഫ് ട്രൂത്ത് കനോട്ട് ബി അപ്ലൈഡ് ടു ആർഗ്യുമെൻറ്റ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അതായത് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന വാലിഡിറ്റി ഒരിക്കലും ഒരു സിംഗിൾ പ്രൊപ്പോസിഷന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ്. അതുപോലെ തന്നെ ട്രൂത്ത് എന്ന് പറയുന്നതും ഒരു ആർഗ്യുമെൻറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണ്. അതായത് ഇവിടെ കനോട്ട് ബി അപ്ലൈഡ് എന്നാണ്. അതായത്
വാലിഡിറ്റി ഒരിക്കലും ഒരു സിംഗിൾ പ്രൊപ്പോസിഷന് മാത്രമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഈ ട്രൂത്തും ഒരു ആർഗ്യുമെൻറ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ ട്രൂത്തും അതുപോലെ തന്നെ ഫാൾസ്ഹുഡ് എന്ന് പറയുന്നതും പ്രെഡിക്കേറ്റ്സ് ഓഫ് ആർഗ്യുമെൻ്റ് ആണ്. വാലിഡിറ്റിയും ഇൻവാലിഡിറ്റിയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ്സിനാണ്, അല്ലാണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനല്ല. അതുപോലെ തന്നെ ട്രൂത്തും ഫോൾസും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സിനുമാണ്. വാലിഡിറ്റി ഇൻവാലിഡിറ്റി അപ്ലൈ ചെയ്യുന്നത് ആർഗ്യുമെൻറ്റ്സിനും ട്രൂവും ഫോൾസും അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനുമാണ്. ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആകണമെങ്കിൽ എല്ലാ പ്രെമിസിസും ട്രൂ ആയിരിക്കണം, അതിനുശേഷം കൺക്ലൂഷനും ട്രൂ ആയിരിക്കണം. അതായത് പ്രെമിസിസും കൺക്ലൂഷനും ട്രൂ ആണെങ്കിൽ മാത്രമാണ് ആ ആർഗ്യുമെൻറ്റ് വാലിഡ് ആവുകയുള്ളൂ. സോ നമ്മൾ ആർഗ്യുമെൻറ്റിനാണ് വാലിഡിറ്റി അപ്ലൈ ചെയ്യുന്നത്. ട്രൂത്തും ഫോൾസ്ഹുഡ് എന്ന് പറയുന്നതുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് ആണ്. അത് ചിലപ്പോൾ ട്രൂ ആകാം, ചിലപ്പോൾ ഫാൾസ് ആയിരിക്കാം. അപ്പം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനാണ് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫാലസി ഈസ് കമ്മിറ്റഡ് ഇൻ ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ്? താഴെ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റിൽ ഏത് ഫാലസിയാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഗുഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് ബിസിനസ് കനോട്ട് ബി ബാഡ് ഫോർ എക്കണോമി ആസ് എ ഹോൾ. അതായത് ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഇൻഡിവിജ്വലിന് ഗുഡായിട്ടുള്ളത് കനോട്ട് ബി ബാഡ് ഫോർ എക്കണോമി ആസ് എ ഹോൾ. അതായത് കനോട്ട് ബി ബാഡ് എന്ന് പറയുമ്പോൾ ഗുഡാണ്, അതായത് എക്കണോമി മൊത്തമായിട്ട് എടുക്കുമ്പോഴും അവർക്ക് ഗുഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് ടൈപ്പ് ആർഗ്യുമെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ് ഹെറിംഗ്, ഫാലസി ഓഫ് കോമ്പോസിഷൻ, സ്ലിപ്പറി സ്ലോപ്പ്, ഫാൾസ് കോസ്. ഫാലസി ഓഫ് കോമ്പോസിഷൻ ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ പറയുവാണ് ഇതൊരു ഇൻഡിവിജ്വലിന് നല്ലതാണ്, സോ ഇത് മൊത്തം ആൾക്കാർക്കും നല്ലതായിരിക്കും എന്ന് പറയുമ്പോഴാണ് ഫാലസി ഓഫ് കോമ്പോസിഷൻ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടിയുടെ ടയർ കണ്ടിട്ട് പറയുവാണ് ആ വണ്ടിയുടെ ടയർ നല്ലതാണ്, അതുകൊണ്ട് ആ വണ്ടിയും നല്ലതായിരിക്കും എന്ന് നമ്മൾ പറയാണ്. ശരിക്കും ഒരു ടയർ കൊണ്ട് മാത്രം നമുക്കൊരു വണ്ടി നല്ലതാണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ മൊത്തം പാർട്ട് നമ്മൾ എല്ലാം നോക്കിയാൽ മാത്രമേ നമുക്ക് ആ വണ്ടി നല്ലതാണോ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. പിന്നെ മൈലേജും കാര്യങ്ങളും ഒക്കെ നോക്കി. അപ്പം നമ്മൾ ഒരു ടയർ മാത്രം കണ്ടാൽ അല്ലെങ്കിൽ ആ ടയർ നല്ലതായതുകൊണ്ട് മാത്രം ആ വണ്ടി നല്ലതാണ് നമ്മൾ പറയുമ്പോൾ ഒക്കുർ ചെയ്യുന്നതാണ് ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറലവൻ്റ് ആയിട്ടുള്ള, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ മെയിൻ ഇഷ്യൂവിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറയുന്നത്. അതായത് ടീച്ചറെ ക്ലാസ്സിൽ പഠിപ്പിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ച് ടീച്ചറിൻ്റെ ആ ഒരു ഇത് നമ്മൾ ഡൈവേർട്ട് ചെയ്യും, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്നത് നമ്മൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോഴാണ് റെഡ് ഹെറിംഗ് ഫാലസി ഒക്കുർ ചെയ്യുന്നത്. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർഗ്യൂ ചെയ്യണം, അതായത് ചെറിയൊരു ആക്ഷൻ വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള കോൺസിക്വൻസിലോട്ട് നയിക്കുന്നു പറയുന്നതാണ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് ഈ ഇൻറ്റേർണൽ എക്സാമിന് നീ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് കുറഞ്ഞു പോകും, നിൻ്റെ മെയിൻ എക്സാമിനെ ബാധിക്കും, അപ്പോൾ നിൻ്റെ മെയിൻ എക്സാമിൻ്റെ മാർക്ക് കുറഞ്ഞു പോകും, മെയിൻ എക്സാമിൻ്റെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, അങ്ങനെ നിൻ്റെ ജീവിതം മൊത്തം പോകുമെന്ന് നമ്മൾ പറയും. അതിനെയാണ് നമ്മൾ ഈ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ വാർമിങ് ഇൻക്രീസ് ചെയ്തത് പാസ്റ്റിൽ ടീനേജേഴ്സ് ഒത്തിരി ഹെയർ സ്പ്രേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ചുമ്മാ തെറ്റായിട്ടുള്ളൊരു കാര്യം പറയുന്നതിനാണ്, അല്ലെ ആ ഒരു കോസ് കൊണ്ടാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടായതെന്ന് നമ്മൾ പറയുവാണ്. അപ്പോൾ അങ്ങനെ ഒക്കുർ ചെയ്യുന്നതാണ് ഈ ഫാൾസ് കോസ്, അതായത് തെറ്റായൊരു കാരണമാണ് ഈ ഇവൻറ്റിലോട്ട് നയിച്ചതെന്ന് നമ്മൾ പറയും. ഇപ്പം നമുക്കറിയാം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ പറയുവാണ് ടീനേജേഴ്സ് ഒത്തിരി ഹെയർ സ്പ്രേ ഉപയോഗിച്ചതുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായെന്ന് പറയുന്നത്. അതായത് ആ ടീനേജേഴ്സിൻ്റെ ആ ഓവറായിട്ടുള്ള ആ ഒരു ഹെയർ സ്പ്രേയുടെ കോസാണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള എഫക്റ്റ് ഉണ്ടായെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒക്കുർ ചെയ്യുന്നതാണ് ഈ ഫാലസി ഓഫ് ഫാൾസ് കോസ് എന്ന് പറയുന്നത്. Next question, given below two statements. Statement 1, the statement Swadi's mind is a tree always laden with fruitful ideas is an analogy. Statement 2, the statement Swadi's mind is a tree always laden with fruitful ideas is only descriptive in nature. The light of above statements, choose the most appropriate answer from the options given below. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct but statement 2 is incorrect. Statement 1 is incorrect but statement 2 is correct. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. അതായത് ഇവിടെ നമ്മൾ പറയുവാണ് സ്വാതിയുടെ മൈൻഡും
എന്ന് പറയുന്നത് ട്രീയുമായിട്ട് നമ്മൾ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ട്രീ കണക്കാണ് സ്വാതിയുടെ മൈൻഡ്. അതിൽ നല്ല നല്ല ഐഡിയാസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സ്വാതിയുടെ മൈൻഡിനെ നമ്മളൊരു ട്രീയുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അനലോജിയാണ്, അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചറുമാണ്. സോ അതുകൊണ്ടാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റ് ആയത്. Next question, given below two statements. Statement 1, among the 5 propositions in Nyaya syllogism, the first pratijna coincide with the fifth nigaman. Statement 2, among the 5 propositions in Nyaya syllogism, the second hetu coincides with the fourth upanaya. In the light of above statements, choose the most appropriate answer from the options given below. Both statement 1 and statement 2 are correct. Both statement 1 and statement 2 are incorrect. Statement 1 is correct, but statement 2 is incorrect. Statement 1 is incorrect, but statement 2 is correct. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ന്യായ സിലോജിസത്തിൻ്റെ അകത്തെ ഫസ്റ്റ്, അതായത് പ്രതിജ്ഞ എന്ന് പറയുന്നത് കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന ഫിഫ്ത്ത് നിഗമനുമായിട്ടാണ്. അതായത് നമ്മളുടെ ഫസ്റ്റ് വരുന്ന പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ നിഗമനത്തിൽ തെളിയിച്ചെടുക്കുന്നത്. സോ അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്താണ് പോകുന്നത്. അതുപോലെ തന്നെ ഹേതു എന്ന് പറയുന്ന കാരണം ഫോർത്ത് ഉപനയയുമായിട്ട് കോയിൻസൈഡ് ചെയ്താണ് പോകുന്നത്. നമ്മുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ദിസ് ഹിൽ ഹാസ് ഫയർ എന്നുള്ളതാണ് പ്രതിജ്ഞ വരുന്നത്. അപ്പോൾ അതിൻ്റെ നിഗമനം എന്തായിട്ടാണ് വരുന്നത്? ദെർഫോർ ദിസ് ഹിൽ ഹാസ് ഫയർ. അതായത് പ്രതിജ്ഞ എന്താണോ അതാണ് നമ്മുടെ നിഗമനമായിട്ട് വരുന്നത്. അത് നമ്മൾ തെളിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ട്രൂ ആണെന്ന് പറയണം. അതായത് ആദ്യം പറഞ്ഞ പ്രതിജ്ഞയിൽ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ നിഗമനത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഹേതു എന്ന് പറയുന്നത് എന്താണ്? ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക് എന്നുള്ളത്, അതായത് അവിടെ സ്മോക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഹേതുവിൽ പറയുന്നത്. അപ്പം നമ്മൾ ഉപനയയിലും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഹിൽ ഹാസ് സ്മോക്ക് എന്നുള്ളത് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയറുമായിട്ടാണ്, ഉപനയമായിട്ടാണ്. അതായത് ഈ ഹേതു അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രപ്പോസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കാരണമാണ്. സോ നമ്മൾ ഈ ഉപനയയിലോട്ട് വരുമ്പോൾ അതായത് ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ കോൺകമിറ്റൻസ് ആണ്, യൂണിവേഴ്സലിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ നടത്തുന്നത്. കാരണം എന്താണ്? നമ്മൾ ഹേതുവിൽ പറയുകയാണ് ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക് എന്ന് പറയുകയാണ്. ഉപനയയിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? അവിടെ സ്മോക്ക് ഉണ്ട്. കാരണം എന്താണ്? സ്മോക്കും ഫയറും എപ്പോഴും അസോസിയേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ഹേതുവിൽ സ്മോക്ക്, അതായത് ഫയറിൻ്റെ കാരണം സ്മോക്കാണെന്ന് പറയുന്നു. ഉപനയയിൽ എത്തുമ്പോൾ നമ്മൾ പറയുകയാണ് ഈ ഫയറിൻ്റെ കാരണം, അല്ലെങ്കിൽ ഫയർ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന അവിടെ സ്മോക്ക് ഉണ്ടെന്നുള്ളത് അത് യൂണിവേഴ്സലി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണെന്ന് പറയുകയാണ്. അതായത് ഹേതു നമ്മൾ പറയുന്നത് ഫയർ ഉണ്ടെന്നുള്ളതിൻ്റെ റീസൺ അവിടെ സ്മോക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഉപനയയിൽ നമ്മൾ പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ലെവലിൽ നോക്കിക്കഴിയുമ്പോൾ സ്മോക്ക് ഉള്ളിടത്ത് ഫയർ കാണണം. സോ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ഇവിടെ ശരിയാണ്. നമ്മളിന്ന് അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്